വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഒന്നും ഇല്ലാതെ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ ചാനൽ എന്നും വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എന്നും ഇല്ലെങ്കിൽ ആക്ച്വലി ഒരു 3 വീഡിയോസ് എങ്കിലും നമ്മുടെ ചാനലിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, ദ വോയിസ് ഓഫ് ഇടുക്കി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കല്ലാർകുട്ടി ഡാം ഒന്ന് വറ്റിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷട്ടറിൻ്റെ പണികൾക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഡാം വറ്റിച്ചത്. അപ്പോൾ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കല്ലാർകുട്ടി ഡാമിൻ്റെ ഫസ്റ്റ് ദിവസം വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് 2ാം ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ. അതായത് ഇന്നത്തെ നമ്മുടെ ഡാമിൻ്റെ ഒരു രീതിയാണ് കേട്ടോ. ഫുള്ള് കലക്കവെള്ളമൊക്കെ ആയിട്ട് കലക്കവെള്ളം പോവാണ്. അപ്പോൾ ഫുള്ള് ചെളിയെല്ലാം അടിച്ച് കഴുകി അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷട്ടറല്ല, അതിൻ്റെ സൈഡിൽ കൂടെ ഇതുണ്ടല്ലോ, അതിൻ്റെ പേരറിയില്ല, അതുവഴി വെള്ളമൊക്കെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും ഒരു 4 കിലോമീറ്ററാണ് കേട്ടോ നമ്മുടെ കല്ലാർകുട്ടി ഡാമിലേക്കുള്ളത്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പണ്ട് എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ചാറ്റൽ മഴ പെയ്താൽ തന്നെ ഡാം തുറന്നു വിടുന്ന ആദ്യത്തെ ഡാമാണെന്ന്. അപ്പോൾ ഇനി അതുണ്ടാവില്ല, ചെളിയൊക്കെ കഴുകി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഡാം ഷട്ടറൊക്കെ തുറന്നു വിട്ട് അന്ന് നമുക്ക് കിട്ടിയ മീനാണ് കേട്ടോ. ഇത് ഒരു 10-15 കിലോ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് തന്നെയായിട്ടല്ല, കുറച്ചധികം ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും ആയിട്ടാണ് പോയി നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ നമ്മൾ വീട്ടിൽ മീൻ കൊണ്ടുവന്നിട്ട് എല്ലാം ഒന്ന് കഴുകി കുളിപ്പിച്ചെടുക്കണം. കാരണം ചേറിലെല്ലാം കിടന്നവരൊക്കെ അല്ലേ, പലർക്കും ജീവനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കഴുകി കുളിപ്പിച്ചൊന്ന് സുന്ദരന്മാരാക്കി എടുക്കുവാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ചാടിപ്പോയവന് ചെറുതായിട്ടും വലുതായിട്ടൊരു ജീവനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഡാമിൽ നിന്ന് പിടിച്ചിട്ടുള്ള മീൻ കഴിക്കണേ. പൊതുവേ ഇത് ടൈപ്പ് മീനുകളൊക്കെ ഉളുമ്പ് മണം കൂടുതലാണ് എന്നൊക്കെ പറയുമല്ലോ. പക്ഷേ അങ്ങനെയൊന്നും കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും തോന്നിയില്ല കേട്ടോ. നമ്മളത് ചെയ്യുന്ന ഒരു മസാലയും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. കാരണം ഒരു കെമിക്കലും ഒന്നുമില്ല, നല്ല ഫ്രഷായിട്ടുള്ള മീനാണല്ലോ കിട്ടാൻ വേണ്ടി പോകുന്നത്. ജീവനുണ്ടവനൊക്കെ, പക്ഷെ നമ്മൾ വെള്ളത്തിലിട്ടാലൊന്നും ജീവിക്കുകയല്ലോ. അവർ വലിയ ഡാമിൽ കിടന്ന് വളർന്നവരല്ലേ. അപ്പം നമുക്ക് കിട്ടിയത് ഇത്രയും മീനാണ് കേട്ടോ. അപ്പോൾ 3-4 പേര് കൂടിയിട്ടാണ് പോയി പിടിച്ചത്. അപ്പോൾ എല്ലാവർക്കുമായിട്ട് മീനൊക്കെ പങ്കിട്ടു. അപ്പോൾ നമ്മുടെ വിഹിതം നമ്മൾ വെട്ടാൻ വേണ്ടി പോകണം കേട്ടോ. ഇവരൊക്കെയാണ് നമുക്ക് കിട്ടിയത്. എല്ലാം വലിയ വലിയ മീനായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെ ഒന്ന് വെട്ടി ക്ലീനാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. മമ്മി പറഞ്ഞിരുന്നത് പണ്ടൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കൊക്കെ ഈ ചാര വിട്ട് തേക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എല്ലാം ഇങ്ങനെ തൊലി പൊളിക്കുമല്ലേ. അപ്പം ഞാനെന്തേ തൊലി പൊളിച്ചു കേട്ടോ. തൊലി പൊളിക്കാനൊക്കെ നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ ഉള്ളൊരിതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒരു കുഴപ്പമില്ല, അതിൻ്റെ ഒരു ദശയൊന്നും പൊളിഞ്ഞു പോരും ഒന്നും ചെയ്തില്ല. അപ്പോൾ 4 മീനുണ്ടായിരുന്നുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ വെട്ടി ക്ലീനാക്കി എടുത്ത് കേട്ടോ. ഒരു വലിയ മീനായതുകൊണ്ട് പിന്നെ എൻ്റെ കയ്യിലിരുന്ന കത്രികയ്ക്ക് വലിയ മൂർച്ച ഇല്ലാത്തത് കൊണ്ടും ഇത്തിരി ഒരു പാടുണ്ടായിരുന്നു. ബാക്കിയൊന്നും വെച്ച് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 4 പേര് വന്ന് വെട്ടി സുന്ദരന്മാരായിട്ട് തൊലിയൊക്കെ പൊളിച്ചെടുക്കുക കേട്ടോ. ഒന്ന് നമ്മുടെ സിലോപ്പിയാണ്, ബാക്കിയുള്ളവരുടെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ 2 ഒരു ടൈപ്പ് മീനായിരുന്നു, പിന്നെ 1 വേറെ ഏതോ ഒരു ടൈപ്പ് മീനായിരുന്നേ, ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇവരുടെ എല്ലാം തൊലിയൊന്ന് പൊളിച്ചെടുക്കട്ടെ. ഒരു തുണിയും കൂടെ കൂട്ടിയിട്ടങ്ങ് പിടിക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് പൊളിഞ്ഞു പോരേ. അപ്പം നമ്മുടെ കയ്യിലാകുമ്പോൾ ഇവർക്കൊരു വഴുവഴുക്കലുണ്ടല്ലോ, അതിൻ്റെ ഒരു തെന്നൽ വരുമെന്നേ ഉള്ളൂ. പക്ഷേ ആദ്യത്തെ ഒരു പാടം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതേ നോക്കിക്കുക, നല്ല ക്ലീനായിട്ട് നമ്മുടെ മീനിൻ്റെ തൊലിയെല്ലാം നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പം 4 പേരെ വെട്ടിയിട്ട് നമുക്ക് കാണാവേ. നമ്മുടെ സിലോപ്പിയ മീൻ വെട്ടി ഒന്ന് കഴുകി ഞാനിങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതേണ്ട ഒട്ടും അതിൻ്റെ ആ ഒരു മാംസം പോയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഫ്ലഷായിട്ടുള്ള ഭാഗം ഒട്ടും പോകാതെ നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയായിട്ട് ഞാൻ വെട്ടി പൊളിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 2 മീനും കൂടെ ഇതിൻ്റെ അകത്തും കൂടെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. പിന്നെ ബാക്കി 2 മീനും കൂടെ ഉണ്ട്, അവരും കൂടെ ഒന്ന് വെട്ടി റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മീനെല്ലാം ഞാൻ വെട്ടി നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് നമ്മളൊന്ന് കഴുകി എടുത്തേ ഉള്ളേ. ഇനി നമുക്ക് ഇവരെ ഒന്ന് ഉപ്പിട്ടൊന്ന് തേച്ചും കൂടെ എടുക്കണം, അതിൻ്റെ ഉളുമ്പണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും വലുതായിട്ട് നമുക്ക് ഒറ്റയടിക്കിട്ട് കഴുകാൻ പാടാം. അപ്പോൾ ഇവന്മാരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിക്കുവാണ് കേട്ടോ. ഒന്ന് 2 ആക്കി ഒന്ന് മുറിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് വേണം നമുക്കിന്ന് ഉപ്പിട്ടൊന്ന് കഴുകിയെടുക്കാൻ.
അപ്പോൾ മീനിയൊക്കെ ഒന്ന് മുറിച്ച് നന്നായിട്ട് ഉപ്പിട്ടൊന്ന് കഴുകി ഒരു 5-8 തവണ വെള്ളം ഒന്ന് തെളിയുന്നേരം വരെ, എന്നിട്ട് ഉപ്പിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 5-8 തവണ വേറെ വെള്ളത്തിൽ ഒഴിച്ചൊഴിച്ച് നമുക്ക് നമ്മുടെ വെള്ളം ഒന്ന് തെളിയുന്നേരം വരെ നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. പണ്ടത്തെ കാരണവന്മാർ പറയാം കേട്ടോ, മീൻ കഴുകുന്ന വെള്ളത്തിൽ മോൻ കഴുകാൻ പറ്റണമെന്ന്. കാരണം അത്രയ്ക്ക് ഉളുമ്പില്ലാത്ത രീതിയിൽ വരെ മീൻ കഴുകിയെടുക്കണമെന്നാണ് കേട്ടോ അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ എല്ലാം ഒന്ന് നല്ല ക്ലീനായിട്ട് കഴുകിയെടുക്കാം. ഒട്ടും ഉളുമ്പ് മണം പാടില്ലല്ലോ. ഈ ടൈപ്പ് മീനുകളൊക്കെ ഇത്തിരി ഉളുമ്പ് മണം കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും സെപ്പറേറ്റ് ഇട്ട് ഞാൻ കഴുകി റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. നമ്മുടെ മീനെല്ലാം നന്നായിട്ട് കഴുകി ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പിഴിഞ്ഞ് എടുക്കുകയാണ്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് മസാലയൊക്കെ റെഡിയാക്കി നമുക്ക് കുറച്ചധികം നേരം മസാലയൊക്കെ തിരുമ്മി ഒന്ന് വെക്കണം. അപ്പോൾ മസാല തിരുമ്മാൻ നമുക്ക് വെറുതെ വെക്കാൻ പറ്റില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് ചെറിയ പീസാക്കി മുറിച്ചെടുക്കാവേ. ഒരുപാട് വലിയ പീസാക്കിയിട്ട് ഇത്രയും വലുപ്പത്തിലൊന്നും നമ്മൾ വറക്കുന്നില്ല. നമ്മൾ സാധാ വീട്ടിലൊക്കെ വറക്കുന്ന പോലെ തന്നെ ചെറുതായിട്ട് മുറിച്ചിട്ടാണ് കേട്ടോ നമ്മളൊന്ന് മസാലയൊക്കെ തേക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ മുറിച്ച ഇതിൽ തന്നെ ഒന്ന് വരഞ്ഞെടുത്തു. അടുത്ത ഇതുപോലെ ചെറിയ പീസാക്കി ഒന്ന് മുറിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ ഒരു മീനെ ഒരു 6-7 പീസൊക്കെ ആയിട്ട് നമ്മൾ മുറിക്കുന്നുണ്ട്. ഒരുപാട് ചെറുതല്ല എങ്കിലും ഒരുപാട് വലുതും അല്ലാത്ത പോലെ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതെല്ലാം മുറ്റത്ത് വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം ഒഴിച്ച് കഴുകി റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. നമുക്കതുപോലെ തന്നെ ഇവിടെ ഒന്ന് നന്നായിട്ട് കഴുകി പിന്നെ അങ്ങ് വിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇത് വെട്ടാനിരിക്കുന്നപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ അയൽവക്കത്തുള്ള സർവ്വ പൂച്ചകളും വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് കൂട്ടായിട്ട്. അപ്പോൾ എല്ലാ മീനും നമ്മൾ ഇതുപോലെ ഒന്ന് വരഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മസാല റെഡിയാക്കാം. മീനൊക്കെ വെട്ടിക്കൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ വന്നൊരു പ്രാണിയാണ് കേട്ടോ. എന്ത് ടൈപ്പ് പ്രാണിയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇതിനെ ആദ്യമായിട്ട് കാണുന്നു. ഒരു കുഞ്ഞിതാണ്, പക്ഷേ ഇനി വാലും കൊമ്പും തലയൊക്കെ ഒരുപാടുള്ള പോലെ എനിക്ക് തോന്നി. പിന്നെ നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു 1.5 സ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. 1.5 സ്പൂൺ ആദ്യം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഇട്ടത് ഒരു 1.5-2 സ്പൂൺ അടുത്തങ്ങ് ഇട്ടിട്ടോ. അപ്പോൾ ഇനി കുറച്ചൊന്ന് മാറ്റി. ഇനിയിപ്പോൾ കൂടിപ്പോയോ എന്നൊരു സംശയം. അതുപോലെ തന്നെ ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മുളകല്ലായിരുന്നു നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഭാഗ്യത്തിന് ഫ്രിഡ്ജിൽ ചെറുനാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിവിടെ ചെറുനാരങ്ങ അങ്ങനെ കാണൽ തീരെ കുറവാണ്, വാങ്ങി വെക്കലും കുറവാണ് കേട്ടോ. അപ്പോൾ ഇരുന്നതുകൊണ്ട് ഞാനിതങ്ങ് പിഴിഞ്ഞൊഴിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മളിത് നാരങ്ങ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞങ്ങ് ഒഴിച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് നല്ല പച്ച കുരുമുളകും വെളുത്തുള്ളിയും കൂടെ അരച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ അന്നേരമാണ് ഒരു പ്രത്യേക ഇതാണ് കേട്ടോ. പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ചേർക്കുമ്പോൾ തന്നെ ഏത് മീനാണെങ്കിലും നമ്മൾ വറക്കുമ്പോൾ പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. കുരുമുളക് പറിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ കുരുമുളകൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെളുത്തുള്ളിയും കൂടെ കൂട്ടി നമുക്ക് അരകല്ലേ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരകല്ലേ വെച്ച് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമായതുകൊണ്ട് അത്യാവശ്യം നല്ല കുരുമുളകൊക്കെ ഒന്ന് ഒരുവിധം പകുതി 3/4 ഭാഗവും മൂപ്പായിട്ട് വന്നിട്ടുള്ള കുരുമുളകാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളകും ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്നത് നല്ല പച്ച വെളുത്തുള്ളിയാണ് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി ഒരു മണം കുറവാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നമുക്കിവിടെ ഹോൾസെയിലായിട്ട് വെളുത്തുള്ളി കിട്ടി തമിഴ്നാട്ടിൽ നിന്ന് തന്നെ നേരിട്ട് കൊണ്ടുവന്ന് വിൽക്കുന്ന ചേട്ടന്മാരുണ്ട്. അപ്പം അങ്ങനെ അവരുടെ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും. എങ്കിലും വലിയ കുറവൊന്നുമില്ല കേട്ടോ. 400 സംതിങ് ആണ്. നമുക്ക് 380 ആ ഒരു റേറ്റിലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചക്കുരുമുളകും കൂടെ അരച്ചത് നല്ലൊരു പച്ച മസാല നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കളറൊന്നും വരില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഇത് തന്നെ അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല പച്ച കളർ വരും. നമ്മൾ കാന്താരി മുളക് അരച്ചാലും മതി കേട്ടോ. കാന്താരി നമുക്കിവിടെ തീരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബാക്കി മസാലയും കൂടെ കൂട്ടി ഇതും കൂടെ കൂട്ടി ഒന്ന് റെഡിയാക്കി അങ്ങ് എടുക്കണം. ഈ അരകല്ലയിലൊക്കെ അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മുടെ മീനൊന്ന് തിരുമ്മി റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മസാല ഇട്ടു. എന്നിട്ട് നമ്മൾ ഈ അരച്ചത് കൂടാതെ ഒരു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടോ. ഒരു 3-4 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് മസാല ഒന്ന് ലൂസാക്കി എടുത്തു.
എന്നിട്ട് നമ്മുടെ മീൻ ആദ്യം കുറച്ച് ഞാനിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് ബാക്കി ഫുള്ള് മീനും കൂടി ഇട്ടിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി കേട്ടോ മസാല തീരെ കുറവായിരുന്നു എന്ന്. പക്ഷേ കൃത്യമായിരുന്നു കേട്ടോ, ഉപ്പും എരിവും എല്ലാം കൃത്യം എന്ന് പറഞ്ഞാൽ പോലെ കൃത്യമായിരുന്നു. അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മീനെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം തിരുമ്മി ഒരു 2 മണിക്കൂർ അടുത്ത് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. കാരണം ഇതിൻ്റെ ടൈമിൽ നമുക്ക് കുറച്ച് കപ്പ പുഴുങ്ങാനൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും കൂടുതൽ ടൈം ഇരുന്നത്. പിന്നെ കുറച്ച് മെറ്റുപടിക്കൽ പരിപാടി കാര്യങ്ങൾ തുണി അലക്കൽ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടുതൽ നേരം നമ്മുടെ മീൻ നന്നായിട്ടിരുന്ന് മസാല അങ്ങ് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ തിരുമ്മി അതിൻ്റെ അകത്തും ഒക്കെ നമ്മൾ വരഞ്ഞതൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് നമ്മളിത് തിരുമ്മി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മീൻ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടതെടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഫോണില്ലായിരുന്നു കയ്യിൽ, അന്നേരം ഫോണില്ലായിരുന്നു. അപ്പോൾ നമ്മളിത് മീനൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ അടുപ്പത്ത് വെച്ചാണ് വറുത്തെടുക്കുന്നത്. ഗ്യാസെല്ലാം നമ്മുടെ വിറകടുപ്പിൽ തന്നെ വെച്ചിട്ട് നമ്മൾ വറുത്തെടുക്കുവാണ്. ഒരു സൈഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി പുകയുടെ ഇതൊക്കെ ഉണ്ട്, ക്ഷമിക്കുക. പിന്നെ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ. ഇതും കൂടി ഇരുന്ന് ഇനി ചെറുതീയിലിരുന്ന് ഒന്ന് എണ്ണയ്ക്ക് ഒന്ന് വറ്റി വരുന്ന പോലെ എന്നുള്ള രീതിക്ക് വരട്ടെ കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളേ, വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. നമ്മുടെ തന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ, നമ്മുടെ വീട്ടിലെ നമ്മുടെ തേങ്ങയൊക്കെ ആട്ടിച്ച വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറുത്തെടുത്തത്. മീൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് മറച്ചിട്ടൊന്ന് കൊടുത്തു. ഇനിയും ബാക്കിയും കൂടി ഇരുന്നൊന്ന് പതുക്കെ ഇരുന്ന് ചെറുതീയിലിരുന്ന് നമ്മുടെ ഇരുമ്പിൻ്റെ ചീൻചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടായി വരാൻ ഇത്തിരി താമസമുണ്ട് എന്നല്ലാതെ പിന്നീട് കുഴപ്പമില്ല കേട്ടോ. പിന്നീട് നല്ല ഹൈ ചൂടാണ്, എവിടെയെങ്കിലും ഒന്ന് തൊട്ടാണ്ടല്ലോ പിന്നെ ആ പ്രദേശം പൊള്ളിപ്പോയി എന്ന് തന്നെ കൂട്ടിയാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ അത്യാവശ്യം നല്ലൊരു തീയുണ്ട്, എങ്കിലും ഒരുപാട് തീയെങ്കില്ല കേട്ടോ. ഇത്തിരി നല്ല കട്ടിയുള്ളൊരു കാതലുള്ള വിറക് വെച്ചേക്കുന്നത്. പിന്നെ ഒരു സപ്പോർട്ടിന് വേണ്ടി 1-2 വിറകും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തീയിലിരുന്ന് ഒന്ന് വെന്ത് റെഡിയായി നമ്മുടെ മീനങ്ങ് വരട്ടെ. ദേ കണ്ടോ നമ്മുടെ മീൻ ദേ എണ്ണയൊക്കെ തിളയൊക്കെ കുറഞ്ഞ് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മീനൊന്ന് നമുക്കങ്ങ് വാങ്ങാം അല്ലേ. റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും കൂടെ അരയ്ക്കുമ്പോൾ തന്നെ പ്രത്യേക ഇതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഇതിലല്ല നിങ്ങൾ വറുക്കുന്നതെങ്കിൽ അതങ്ങനെ ചെയ്തിട്ടൊന്ന് വറുത്ത് നോക്കണേ. അപ്പം ഒരു സെക്ഷൻ അകത്ത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനിയുണ്ട് കേട്ടോ കുറച്ചധികം വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബാക്കി ഇരുന്ന ചെറുനാരങ്ങയുടെ ഒരെണ്ണത്തിൻ്റെ പകുതിയും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ മമ്മി ഇതേ ടേസ്റ്റ് നോക്കാം കേട്ടോ. മമ്മിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി ചെറുനാരങ്ങ ഉണ്ടായിരുന്നു. ഈ വറുത്ത മീൻ്റെ ഇങ്ങനെ ആ മസാലയും അതുപോലെ ഇപ്പോൾ ഒഴിക്കുന്ന ചെറുനാരങ്ങയുടെ പുളിയും കൂടെ വരുമ്പോൾ ആഹാ എന്താ ടേസ്റ്റ് അല്ലേ. കൊള്ള അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഇത്തിരി ഒരു വലിയ പീസ് തന്നെ നമുക്കിങ്ങനെയൊന്ന് അടർത്തിയെടുത്തിട്ട് അപ്പം നമ്മളിപ്പോൾ ഒഴിച്ച ചെറുനാരങ്ങയുടെ ആ നീരുണ്ടല്ലോ അതിൽ പയ്യൊന്ന് മുക്കിയതാണ്. അപ്പോൾ അതേ കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അങ്ങ് വാങ്ങിയതേ ഉള്ളേ. സംഭവം എന്തായാലും സൂപ്പറാണ് കേട്ടോ. ഒട്ടും ഉളുമ്പോ ഒന്നുമല്ല, സൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പോരാ ക്യാമറാമാനും കൂടെ വേണമെന്ന് പറഞ്ഞ ആൾ അതേ കഴിക്കുന്നുണ്ട് കേട്ടോ. മമ്മി വായിലൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ എനിക്ക് വായിൽ വെച്ചപ്പോൾ മര്യാദയ്ക്ക് ആണ് തന്നത്. എനിക്ക് തന്നപ്പോൾ എന്താ ഇങ്ങനെ എന്നാണ് കേട്ടോ ആളിപ്പോൾ പറഞ്ഞത്. എനിക്കെന്താ ഇങ്ങനെ കുത്തി കയറ്റി വെച്ച് തരുന്ന പോലെ തരുന്നതെന്ന് കേട്ടോ ചോദിച്ചു. അപ്പം ഞാൻ ബാക്കിയും കൂടെ കഴിച്ച് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കഴിച്ചതിൻ്റെ മുള്ളെല്ലാം കൂടെ തൊണ്ടയിലോ വായിലൊക്കെ കുരുങ്ങിയിട്ട് നിൽക്കുന്ന ഒരു എക്സ്പ്രഷനാണിതാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുള്ളെല്ലാം എടുത്തിട്ട് തീരുന്നുമില്ല, ബാക്കിയോട്ട് കഴിക്കാനും പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ ആൾക്ക്. അപ്പോൾ അച്ചാച്ചയ്ക്ക് കൊടുത്തപ്പോഴും അത് തന്നെ അവസ്ഥ കേട്ടോ. മതി നിർത്തിക്കാതെ അച്ചാച്ച കേട്ടോ. സംഭവം ടേസ്റ്റ് ഉണ്ട്. അച്ചാച്ചയ്ക്ക് കിട്ടിയത് മുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.